ഹലോ ഹായ് നമസ്കാരം. ഞാൻ ഇംതിയാസ് ഖാൻ. ഫാൽക്കൺ എക്സ് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഒരു കാര്യം ഓർത്തേ, നമ്മൾ ഈ എക്സാം നേടിയെടുക്കുന്ന ഒരു ആഗ്രഹമില്ലേ, ഇതേപോലെ പല പല ആഗ്രഹങ്ങൾ കാണുമല്ലോ. നമുക്ക് ഇന്നതാവണം, ഇന്നത് നേടിയെടുക്കണം, ഇന്നത് സ്വന്തമാക്കണം. അതിനു വേണ്ടിയുള്ള ഓരോ പ്രയത്നവും നിങ്ങളെ വഞ്ചിക്കുകയില്ല എന്ന് ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കണം കേട്ടോ. അപ്പൊ എന്തൊക്കെ വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നോ അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടത്തേ ഉള്ളൂ. ഒന്നും നിങ്ങളെ വഞ്ചിക്കത്തില്ല, പറ്റിക്കത്തില്ല എന്നങ്ങ് ഓർത്തോണം. സിമ്പിൾ ആയിട്ട് ഈ എക്സാം നേടിയെടുക്കാൻ വേണ്ടി പഠിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും അതേപോലെ നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കും. ഓരോ വർക്കൗട്ടുകളും അതിനെ ഹെൽപ്ഫുൾ ആക്കും. ഈ കാര്യം മറക്കരുത്. ഓക്കെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചോദ്യം പഠിക്കുമ്പോഴും അയ്യോ ഇതല്ല അടുത്തത് എന്നുള്ളൊരു ടെൻഷനും വെപ്രാളത്തിൽ നമ്മളിപ്പോൾ പോകുന്നുണ്ടല്ലോ എക്സാം ടൈം അടുത്തപ്പം. അതുകൊണ്ട് നമ്മൾ ഏത് പഠിച്ചാലും ചിലപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവാതെ വരും. അത് മാറ്റാൻ വേണ്ടി പറയുക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്തിലോട്ട് പോകണം. ട്രസ്റ്റ് ദ പ്രോസസ്. ഓക്കെ, വിശ്വാസത്തോടു കൂടി പഠിച്ചോ, നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും ഗുണമായിട്ടേ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് പോകാം. ഈ കറണ്ട് അഫയേഴ്സ് സെഷൻസ് ഏറ്റവും റിലേറ്റഡ് ക്വസ്റ്റ്യൻസും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളില്ലേ, ആക്സിയം ഉണ്ട്, ICC, പിന്നെ അങ്ങനെ വിഴിഞ്ഞം, കുറെ പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റും ഇപ്പോഴത്തെ പദവികൾ എല്ലാം ലാസ്റ്റിൽ വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ചോദ്യം ചെയ്താണ് പോകുന്നത്. അങ്ങനെ കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും അടിപൊളി സെഷനിലേക്ക് പിന്നെയും സ്വാഗതം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തത്, ന്യൂഡൽഹിയിൽ 2023 കൂടിയിട്ടുള്ള G20 കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? 2023 G20യുടെ എന്താണെന്നറിയാം? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഓക്കെ, ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നുള്ളത് ഓർത്തോളം. ഇതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ ആണോ? അടുത്ത നോക്കാം. 2025 മെയ് 2 ബൈഹാർട്ട് ചെയ്തു. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണ്? നോക്കിയാലോ, വായിച്ചോണേ, പഠിച്ചോണം. ഷുവർ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്ട് ലാസ്റ്റിലും ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ്. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖമാണ്. ഇന്ത്യയിലത്തെ ഏറ്റവും ആഴമേറിയിട്ടുള്ള ബ്രേക്ക് വാട്ടർ ആണ്. ഇത് ഓർത്തു വെക്കാമോ? ഇത് ഇത്രയും ശരിയാണ്. ഒരു തവണ കൂടെ നിങ്ങൾ ഇത് മൊത്തം വായിച്ച് പഠിച്ചിട്ട് പോകണം. ഉറപ്പായിട്ട് ഈ വർഷത്തിൽ ഇനി ഒത്തിരി വരാൻ പോകുന്ന സംഭവങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ധൈര്യമായിട്ട് പഠിച്ചു. ഓക്കെ, ഈ എഫേർട്ട് നിങ്ങളെ വഞ്ചിക്കത്തില്ല, പേടിക്കണ്ട. ഓക്കെ, ശരി, അടുത്തതിലോട്ട് പോകാം. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന. ചാമ്പ്യൻസ് ട്രോഫിയുടെ അഡീഷണൽ തന്നിട്ടുണ്ട്, വരുന്നുണ്ട്. ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയമായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3 കിരീടമാണുള്ളത്. ഈ 2 ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം ആണ് ശരി, അല്ലെങ്കിൽ 3 മാത്രമാണ് തെറ്റെന്നുള്ളത് ഓർത്തു വെച്ചോണം. ഓക്കെ, അപ്പൊ ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റിൽ എന്തുവാ, ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയമുണ്ട്. ന്യൂസിലൻഡിനെതിരെയായിരുന്നു 4 വിക്കറ്റ് ജയമുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3 കിരീടം കിട്ടിയിട്ടുണ്ട്. അഡീഷണൽ ഫാക്ട് ഫുള്ള് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ ആണോ? അടുത്തത്, സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? ഇതേപോലെ 2025 വേറൊരു ചോദ്യം കൂടെ PSC ചോദിച്ചു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ സ്പേസ് എക്സ് എന്നുള്ളത് ഏത് രാജ്യത്തിലത്തെ കമ്പനിയാണെന്ന് ചോദിച്ചു. അമേരിക്കയാണ് ഉത്തരം. ഓക്കെ, അമേരിക്കയാണെന്നുള്ളത് ഓർത്ത് വെച്ചോണം. അടുത്തിടയ്ക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുണ്ടായിരുന്നു. അപ്പൊ സ്പേസ് എക്സ് ആണെന്നുണ്ടെങ്കിൽ USA ആണ്. സ്റ്റാർഷിപ്പ് സ്പേസ് എക്സിൻ്റെതുമാണ്. ഇത്ര ഓർത്ത് വെക്കുമല്ലോ. റെഡി അല്ലേ? ഓക്കെ, അടുത്തൊരെണ്ണം. ഏഷ്യൻ ഗെയിംസ് 2023 താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? പറയാമോ? ഇന്ത്യക്ക് 3ാം സ്ഥാനം കിട്ടി എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. 4ാമത്തെ സ്ഥാനമായിരുന്നു. ഇന്ത്യക്ക് 28 സ്വർണം നേടി. ഓക്കെ, ഇന്ത്യ 28 സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ 28 സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ 28 സ്വർണം നേടി. ചൈനയിലത്തെ ഹാങ് ഫൂവിൽ നടന്നു. ചൈനയിലത്തെ ഹാങ് ഫൂവിൽ ഏഷ്യൻ ഗെയിംസ് 2023 നടന്നു. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ 28 സ്വർണം നേടി. നടന്നത് ചൈനയിലത്തെ ഹാങ് ഫൂവിലാണെന്ന് ഓർത്തോളണം. അടുത്തത് ജപ്പാനിൽ നടക്കും. ഏഷ്യൻ ഗെയിംസ് അടുത്തത് ജപ്പാനിൽ, ഇപ്പൊ ചൈനയിൽ. ഏഷ്യൻ ഗെയിംസ് അടുത്തത് ജപ്പാനിൽ, ഇപ്പം നടന്നത് ചൈനയിൽ. ഇന്ത്യക്ക് 28 സ്വർണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഓർത്ത് വെച്ചോളുമല്ലോ. 4ാം സ്ഥാനം എന്നുള്ളതും ഓർത്ത് വെച്ചോണം. റെഡി? അടുത്ത നോക്കാമേ. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം. ഇത് ഒത്തിരി തവണ ഇപ്പൊ തന്നെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗാരി റുക്കുനും ലഭിച്ചിട്ടുണ്ട്. കണ്ടുപിടുത്തം എന്തായിരുന്നു? മൈക്രോ RNA ആണ്. അപ്പോഴേ ഇതെല്ലാം ഉൾപ്പെടുത്തി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് വീഡിയോ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സ് മാരത്തോൺ. നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അത് കണ്ട് പഠിക്കണം. ഉറപ്പായിട്ട് നിങ്ങളത് പഠിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോബൽ പ്രൈസസ് നിങ്ങൾ അതിൽ നിന്ന് മൊത്തം നേടിയെടുക്കും. ഓക്കെ, പഠിക്കണം. അപ്പം വൈദ്യശാസ്ത്രത്തിന് മൈക്രോ RNA ഇത് ബേസ് ചെയ്തിട്ട് റിസർച്ച് ചെയ്തതിനാണ് വിക്ടർ ആംബ്രോസിനും ഗാരി റുക്കിനും ലഭിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ?
അടുത്തത് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യ നേടിയിട്ടുള്ള ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാം? പാരീസ് ഒളിമ്പിക്സിൽ 6 മെഡലുകൾ. പാരീസ് ഒളിമ്പിക്സിൽ 6 മെഡലുകൾ. പാരീസ് ഒളിമ്പിക്സിൽ 6 മെഡലുകൾ. നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായി ആണ്. നിലവിലത്തെ അപ്പോയിന്റ്മെന്റ്സ് മൊത്തം നമ്മുടെ ലാസ്റ്റിൽ, ഈ ക്ലാസിന്റെ ലാസ്റ്റിലത്തേലുണ്ട്. നമുക്കത് വായിച്ചും കൂടെ ചെയ്തിട്ട് പോകാം. അതാകുമ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും ബെസ്റ്റ് റിവിഷൻ ഈ ഒരൊറ്റ ക്ലാസ്സിൽ നിന്ന് കിട്ടും. അപ്പം നിലവിലത്തെ ഇന്ത്യയിലത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ BR ഗവായി ആണ്. അടുത്ത 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? 2028 ലോസ് ഏഞ്ചൽസ്. സമ്മർ ഒളിമ്പിക്സ് 2028 ലോസ് ഏഞ്ചൽസ്. 2028 സമ്മർ ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസ്. അടുത്തത് ചിനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 4-5 ക്ലാസ്സുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പ്രധാനപ്പെട്ടത് ഇനി അത് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, റീസി ജില്ലയിലത്തെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. ബൈഹാർട്ട് ആക്കണേ. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണിത്. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി. ഇനി ബാരാമുള്ള ശ്രീനഗർ ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചിനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. ബാരാമുള്ള ശ്രീനഗർ ഉധംപൂർ. ഓക്കെ, 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കാണ് ഉള്ളത്. ഈ 4 പഠിച്ചോ? ഇത് 4 പഠിക്കണം. ഓക്കെ, വായിച്ച് പഠിച്ചോ. ബാക്കി ഇതിന്റെ അഡീഷണൽ ഡീറ്റെയിൽസും ഉണ്ട്. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടതാ? ഓപ്പറേഷൻ കർസാപ്പും ഓപ്പറേഷൻ അമൃതിന്റെ ഉദ്ദേശം ഏകദേശം സെയിം ആ. PS ഇത് 2 മാറി ഈ വർഷം ചോദിക്കുന്നുണ്ട്. ഓപ്പറേഷൻ അമൃത് കൊണ്ട് ഉദ്ദേശിച്ചുള്ളത് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം, ഓവർ ഡോസ്, ഓവർ യൂസേജ് കുറയ്ക്കുക ആന്റിബയോട്ടിക്സിന്റെ. ഓക്കെ, തടയാൻ വേണ്ടി കുറിപ്പില്ലാതെ, ഇനി മുതൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്സ് കൊടുക്കത്തില്ല. അതിനുവേണ്ടിയുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അമൃത്, ഓപ്പറേഷൻ കർസാപ്പ്. ഓക്കെ അല്ലേ? അപ്പൊ അത് വേണ്ടിയാണ്. ഇനി PS ചോദിച്ച ഒരു ചോദ്യം, കർസാപ്പ് ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. കർസാപ്പ് ഉള്ള വർഷം 2018 ഒക്ടോബർ നിലവിൽ വന്നത്. കർസാപ്പ് 2018 ഒക്ടോബർ. ഓപ്പറേഷൻ അമൃത് ആണെങ്കിൽ 2024 ജാനുവരിയും ആണെന്ന് ഓർത്തോണം. അപ്പം കർസാപ്പ് 2018, ഓപ്പറേഷൻ അമൃത് 2024 ജാനുവരിയുമാണ്. ഇത്ര ഓർത്ത് വെക്കോ. ഇത് രണ്ടും PS ചോദിച്ചു. ഇത് രണ്ടിന്റെ ഉദ്ദേശം ഇതാണ്: ആന്റിബയോട്ടിക്സുകൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആരും കൊടുക്കരുത്, ഓവർ ഡോസ് കുറയ്ക്കണം. ഇത് ഇത്രയും ബൈഹാർട്ടാണ്. ഓക്കെ, അടുത്തത് 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായിട്ടുള്ള ഹോൾബർഗ് പുരസ്കാരം. ഇത് 2 തവണ ഇപ്പൊ PS ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ്? ഗായത്രി സ്പാവിക് ആണ്. ഓക്കെ, അപ്പൊ 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായിട്ടുള്ളതാണ് ഹോൾബർഗ് പുരസ്കാരം. നോർവേ ഹോൾബർഗ് ഗായത്രി സ്പിവാക് ആണ്. ഇത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള എക്സാമിൽ ഈ ചോദ്യം വരികയും ചെയ്തു. അപ്പൊ നിങ്ങൾ അത് കണ്ടു തീർക്കണം. ആ പ്ലേലിസ്റ്റ് ഞാൻ തരാം, കണ്ടു തീർത്തിട്ട് പോകണം കേട്ടോ. അടുത്തത് ഐക്യരാഷ്ട്രസഭ 2025 എന്തായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ക്വാണ്ടം സയൻസ് വർഷമായിട്ടാണ് 2025 പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഏതാണെന്നറിയാമോ? ഹിമാനി അല്ലെ, ഗ്ലേസിയർ ഇയർ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഐക്യരാഷ്ട്രസഭയുടെ വർഷങ്ങളുടെ ഒരു നോട്ട് കൂടെ ലാസ്റ്റിലുണ്ട്, അതുകൂടെ നമുക്ക് പഠിച്ചിട്ടു. അപ്പൊ അപ്പോയിന്റ്മെന്റ്സ്, പിന്നെ ICC ചാമ്പ്യൻസ്, ഇതേപോലെ ഇയറിൻ്റെത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ വായിക്കുമ്പോഴത്തേക്കും ഈ എക്സാം കറണ്ട് അഫയേഴ്സ് എഴുതാൻ വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് റിവിഷൻ ആയി മാറും. ഓക്കെ, അപ്പം 2025 അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, ശരി. അടുത്തത് നോക്കാം. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഇത് തന്നെ ഇപ്പൊ ഒരു 3-4 തവണയോളം ചോദിച്ചിട്ടുണ്ട്. 2023 2024 ഇനി ചോദിച്ചുകൊണ്ടിരിക്കുക. അത് മൊത്തം നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞത് കണ്ടു തീർക്കണേ. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടുകൾ അല്ലെ? ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തലിനാണ്. ഓക്കെ, ക്വാണ്ടം ഡോട്ടുകൾ റെഡി. ക്വാണ്ടം ഡോട്ടുകളെ കണ്ടെത്തലും സമന്വയവുമാണ് 2023. 2024 ഏപ്രിലില് കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേരെന്താണ്? കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ചിട്ടുള്ള യുവതാരത്തിന്റെ പേര് എന്താണ്? ഡി ഗുഖേഷ് ആണെന്ന് ഓർത്തു വെച്ചോണം, ഇമ്പോർട്ടന്റ്. ബാക്കിയുള്ളവർ കിടപ്പുണ്ട്, കൺഫ്യൂസിങ്. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ചിട്ടുള്ള യുവതാരത്തിന്റെ പേരാ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ ആണല്ലോ, ഡി ഗുഖേഷ് ആണ്. അടുത്ത വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എപ്പോഴാ? കുറച്ചു മുമ്പത്തെ ക്വസ്റ്റിന് നമ്മൾ തുടക്കത്തിൽ വായിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്.
അപ്പൊ അത് കിട്ടുമോ? 2025 മെയ് 2, 2025 മെയ് 2, 2025 മെയ് 2. ഓക്കെ ആണോ? ഇതൊന്നുകൂടെ ഒന്ന് വായിച്ച് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇങ്ങനെ ഇവിടെ വെച്ച് തന്നെ പഠിച്ചിട്ട് പോവാം. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം. ഇപ്പൊ പഠിക്കണേ, ഏറ്റവും വലിയ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. ഇന്ത്യയിലത്തെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം. ഇന്ത്യയിലത്തെ ഏറ്റവും ആഴമേറിയിട്ടുള്ള ബ്രേക്ക് വാട്ടർ. ഇത്രയും പഠിക്കാവോ? അത് ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത്. അത്ര പ്രധാനപ്പെട്ടതായത്. അപ്പൊ ഇത് റിവിഷനും കൂടെ ആയല്ലോ, കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? ശരി, അത്രയും മതി. ഇത് ഓക്കെ, അടുത്ത 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാന്നറിയാമോ? JD വാൻസ് ആണെന്ന് ഓർത്തോണം. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ പേര് JD വാൻസ്. 2025 ഏപ്രിൽ JD വാൻസ്. ഓക്കെ, JD വാൻസ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണൻ ആണെന്ന് ഓർത്തോണം. ഇപ്പോഴത്തെ ഫുൾ അപ്പോയിന്റ്മെന്റ്സ് ലാസ്റ്റ് റിവൈസ് ചെയ്യാം. അതുവരെ ഇപ്പൊ വരെ ചോദിച്ചിട്ടുള്ള എന്തുവായിരുന്നു? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിലവിലത്തെ ആരാ? BR ഗവായി ചോദിച്ചേ. അതേപോലെ ഇപ്പോഴത്തെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? V രാമസുബ്രഹ്മണ്യം. അതേപോലെ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണൻ. ഇത്രയും റിവിഷൻ തറവായോ? എങ്കിൽ മുന്നോട്ട് പോകാം. ഓക്കെ ആണോ? അടുത്ത നോക്കിക്കേ, 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സ്പോർട്സ് ഗെയിംസിന് ഏതാ? സൗദി അറേബ്യ ആണെന്ന് ഓർത്തു വെച്ചോണം. അടുത്തത് K-സ്മാർട്ട് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാ അറിയാമോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് K-സ്മാർട്ട് എന്നുള്ളത് ഓർത്തോണം. ഓക്കെ, K-സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നു. K-സ്മാർട്ട്. അടുത്തത് ഓപ്പറേഷൻ ബ്രഹ്മ. ഓക്കെ, ഓപ്പറേഷൻ ബ്രഹ്മ എന്ത് ദൗത്യത്തിൽ, ആ ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാം? ഇതൊന്നും ഓർത്താൽ മതി. എന്താണെന്നറിയാം? ബർമയാണെന്ന് ഓർത്തോണം. ബർമയാണ്. ബർമ മ്യാൻമറിന്റെ പഴയ പേരാണ് ബർമ. അപ്പൊ മ്യാൻമറിന്റെ പഴയ പേരാണ് ബർമ. അപ്പം മ്യാൻമർ, അതാണ് ബ്രഹ്മ എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പൊ മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത്. ഓക്കെ ആണോ? ഇത് റെഡിയാണോ? ഇത് കിട്ടത്തില്ലേ? അപ്പൊ ഈ ദൗത്യത്തെ പറ്റി പഠിച്ചല്ലോ. ഞാനപ്പോ ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് റിവൈസ് ചെയ്ത് തരാം, ഒന്ന് കേട്ടോണേ. നോക്കിക്കേ, ഓപ്പറേഷൻ ബ്രഹ്മ എന്തായിരുന്നു? മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായമായിരുന്നു. ഇത് ബർമ എന്നുള്ളതാണ്, ഈ ബ്രഹ്മ എന്നുള്ളതും മ്യാൻമറിന്റെ പഴയ പേരാണെന്ന് പറഞ്ഞു. ഇത് തറവാക്കി വെച്ചു. ഇനി ഇതിന് മുന്നിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് ഓർത്തെ, ഓപ്പറേഷൻ അജയ് റിവൈസ് ചെയ്തേ ചോദിക്കും. ഓപ്പറേഷൻ അജയ് എന്ന് പറയുമ്പോൾ ഇസ്രായേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരുന്ന പദ്ധതി ഇന്ത്യയുടേതാണ്. ഓപ്പറേഷൻ അജയ്. ഇസ്രായേലും പലസ്തീനും ഓപ്പറേഷൻ അജയ്. ഇസ്രായേലും പലസ്തീനും ഓപ്പറേഷൻ അജയ്. ഇസ്രായേലും പലസ്തീനും ഓപ്പറേഷൻ അജയ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, പക്ഷെ ഇത് റിവിഷനാ. ഓക്കെ, അടുത്ത ഇറാനും ഇസ്രായേലും ഉള്ള സംഘർഷത്തെ തുടർന്ന് ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നത് ഓപ്പറേഷൻ സിന്ധു. ഇറാനും ഇസ്രായേലും ഓപ്പറേഷൻ സിന്ധു. ഇസ്രായേലും പലസ്തീനും ഓപ്പറേഷൻ അജയ്. ഇറാനും ഇസ്രായേലും ഓപ്പറേഷൻ സിന്ധു. ഇസ്രായേലും പലസ്തീനും ഓപ്പറേഷൻ അജയ്. ഇറാനും ഇസ്രയേലും ഓപ്പറേഷൻ സിന്ധു. അതേപോലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തിയ നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇത് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തിയിട്ടുള്ള നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇനി അതേപോലെ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക ദൗത്യമാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, പഠിച്ചോണം. അതേപോലെ ഇത് കമന്റ് ചെയ്യണം, ബാക്കിയുള്ളവരും വായിച്ചും കണ്ടും പഠിക്കണം. ഇനി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് US-ന്റെ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഇത്രയും കിട്ടുമല്ലോ, ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറും. 2025 മാർച്ചിൽ അന്തരിച്ചിട്ടുള്ള
വാൽ കിൽമർ. ഓക്കെ, വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? വാൽ കിൽമർ ഏത് മേഖലയിലെ പ്രശസ്തൻ എന്നറിയാവോ? ചലച്ചിത്ര രംഗമാണെന്ന് ഓർത്തോണം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആരാണ്? സാറാ ജോസഫ്. നിങ്ങളുടെ മാതൃക ആരാ? സാറാണ് നിങ്ങളുടെ മാതൃക എന്ന് ഓർത്താൽ. സാറാണ് മാതൃക. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സാറാ ജോസഫ്. മാതൃഭൂമി സാറാ ജോസഫ്. മാതൃഭൂമി സാറാ ജോസഫ്. കിട്ടത്തില്ലേ? മാതൃഭൂമി സാറാ ജോസഫ്. അടുത്ത വനിതകൾക്കായിട്ടുള്ള സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഒഡീഷയിലാണ്. സുഭദ്ര യോജന പദ്ധതി ഒഡീഷ. സുഭദ്ര യോജന പദ്ധതി ഒഡീഷ. സുഭദ്ര യോജന പദ്ധതി ഒഡീഷ. ഓക്കെ ആണോ? ഭദ്രമായിട്ട് പോയിട്ട് വരണേ. പോയി വീണിട്ടോ മുറിഞ്ഞിട്ടോ വന്ന ഓടിക്കും എന്നങ്ങ് ഓർത്താൽ മതി. സുഭദ്ര യോജന ഒഡീഷയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാഡമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണെന്നറിയാമോ? ശാസ്താംപാറയാണ് കേട്ടോ. ശാസ്താംപാറയാണ്. ഇപ്പൊ എന്തൊക്കെയാ? അഡ്വഞ്ചർ ടൂറിസം അക്കാഡമിയും പാർക്കും. സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറിസം അക്കാഡമിയും പാർക്കും ശാസ്താംപാറ. അഡ്വഞ്ചർ ടൂറിസം ശാസ്താംപാറ. അഡ്വഞ്ചർ ടൂറിസം ശാസ്താംപാറ. ഓക്കെ ആണോ? മറക്കല്ലേ. അടുത്തത് നിങ്ങൾക്ക് വേണ്ട ഞാൻ പറഞ്ഞ പ്ലേലിസ്റ്റ് ഇല്ലേ, നമ്മുടെ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. ASM ഫൈനൽ റിവിഷൻ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. പുത്തനായിട്ടുള്ളവരുണ്ട്, നിങ്ങൾക്ക് ഇത് കാണണം, കണ്ട് തീർക്കണം. എന്നിട്ട് ബാക്കി സമയമുണ്ട്. നമ്മുടെ ASM ബ്രഹ്മാസ്ത്ര ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 15 സെഷൻസ് ആണ് പ്രോമിസ് ചെയ്തിട്ടുള്ളത്. 18 എണ്ണം കംപ്ലീറ്റഡ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണേ. ഹെവി യൂസ്ഫുൾ ആണ്. റീസെന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ യൂട്യൂബിൽ പോയി കഴിയുമ്പോൾ ദേ കാണുന്ന ഈ പ്ലേലിസ്റ്റ് ആണ് ASM ഫൈനൽ റിവിഷൻ. ഇതിന്റെ ഒക്കെ PDF നമ്മളിപ്പോൾ എടുക്കുന്ന എല്ലാം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്തും കിട്ടും. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് പോയി ഈ ഫ്രീ കോഴ്സസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ PDF കിട്ടും. ഇപ്പം നടക്കുന്ന യൂട്യൂബ് വീഡിയോസിൻ്റെ എല്ലാ PDF നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഉണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ ക്ലാസ് കഴിയുമ്പോൾ എടുക്കുക. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇല്ല falconexacademy.com കയറിയാൽ മതി. ഓക്കെ ആണോ? ഇത്രയും കിട്ടിയോ? പിന്നെ അതേപോലെ മെയിൻസ് ലെവൽ എക്സാം നോക്കുന്നവരുണ്ടെങ്കിൽ, അതായത് സെക്രട്ടറി ടെസ്റ്റിന്റെ മെയിൻസിന് വേണ്ടിയും SIയുടെ മെയിൻസിന് വേണ്ടിയും SBCIയുടെ റിവിഷൻ കോഴ്സ് ബ്രഹ്മാസ്ത്ര കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 299 ആണ്. ഓഗസ്റ്റ് 6 മുതൽ സ്റ്റാർട്ട് ആവും. ഈ എക്സാം എഴുതി കഴിയുന്ന അന്ന് തന്നെ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഓഗസ്റ്റ് 6 മുതൽ ജോയിൻ ചെയ്തോണം. റീസെന്റ് ആയിട്ടുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി ഡിഗ്രി പ്രിലിംസ് മെയിൻസ് ചോദ്യ പേപ്പർ ഒക്കെ റെഡി ആക്കിയിട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എത്തിയേക്കണം. ഓക്കെ, അപ്പൊ ഇനിഷ്യൽ സ്പെഷ്യൽ ഓഫറാണ് 299. മറക്കണ്ട. ഇതാണ് പ്ലേലിസ്റ്റ്. നമ്മുടെ ASM ഇത് ഉപകാരപ്പെടുകയും ചെയ്യും. റെഡിയാണോ? അടുത്തത് പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായിട്ടുള്ളവ തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ളവ വേണം. നമുക്ക് നോക്കാം. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം പാമ്പൻ പാലമാണ്. 1961 എന്നുള്ളതാണ് ഇതിൽ തെറ്റ്. 1911 13 ഒക്കെ കാണുന്നുണ്ട്. എനിവേ ഇത് തെറ്റാണ്. 2025 ഏപ്രിൽ 6-നാണ് 2025 ഏപ്രിൽ 6-നാണ് പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചിട്ടുള്ളത്. പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം 2025 ഏപ്രിൽ 6. അടുത്ത തവണ ഇത് മാറി ചോദിക്കും. അതറിയാലോ, ഇത് തന്നെ മാറി ചോദിക്കും. കുറച്ചു മുമ്പേ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ ചോദിച്ചത് ഓർമ്മയുണ്ടോ? 2025 മെയ് 2. അതേപോലെ പാമ്പൻ പാലത്തിന്റെ ചോദിക്കും 2025 ഏപ്രിൽ 6. ഏപ്രിൽ 6 പാമ്പൻ പാലം. ഏപ്രിൽ 6 പാമ്പൻ പാലം. ഏപ്രിൽ 6 പാമ്പൻ പാലം. ഓക്കെ അല്ലേ? പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 2.5 മീറ്റർ ഉയരവും 2.5 മീറ്റർ ഉയരം. സമുദ്രനിരപ്പിൽ നിന്നും പാമ്പൻ പാലം പുത്തനായിട്ട് 2025 ഏപ്രിൽ 6-ന് ഉദ്ഘാടനം ചെയ്തത്. 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. അപ്പൊ ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. പഠിക്കോ? ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം. ഷുവർ ചോദ്യമാണ് കേട്ടോ. അടുത്തത് 2025-26 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധ്യാൻ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു? 100. അപ്പം പ്രധാനമന്ത്രി ധൻ ധ്യാൻ കൃഷി യോജനയിൽ 100 കാർഷിക ജില്ലകൾ ഉൾപ്പെടുന്നു എന്ന് ഓർത്തു വെച്ചോണം. ഇനി ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ്. ഓക്കെ, സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സ്പേസ് ഡോക്കിംഗ് 4ാമത്തെ രാജ്യം ഇന്ത്യ. എത്രാമത്തെ രാജ്യമാണെന്ന് ചോദിക്കും. 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സ്പേസ് ഡോക്കിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സ്പേസ് ഡോക്കിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ഏതൊക്കെ ഉപഗ്രഹങ്ങളാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? SPX-01-ഉം 02-ഉം. SPX-01-ഉം 02-ഉം. SPX-01-ഉം 02-ഉം. ഓർത്തു വയ്ക്കുമല്ലോ. റെഡിയല്ലേ?
ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതിലെ SPD ആണ് കേട്ടോ, സോറി SDX ആണ്, SPX അല്ല SDX ആണ് കേട്ടോ, സ്പേസ് ഡോക്കിംഗ് എക്സ് മാറിപ്പോയി, എനിക്ക് അതാണ് ഒരു കൺഫ്യൂഷൻ, ഞാൻ ചെക്ക് ചെയ്തപ്പോൾ തെറ്റായിരുന്നത്. അപ്പം ഇത് ഞാൻ നേരത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുത്തതാ, ഞാൻ മറന്നുപോയി, സ്വാഭാവികം. അപ്പം നിങ്ങൾക്കും അങ്ങനെ വരുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്തേക്കണം കേട്ടോ, ലൈവ് എക്സാമ്പിൾ ആയിരുന്നേ. SDX01 SDX02 എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഈ കൺഫ്യൂഷൻ വരുമ്പോൾ ഓർത്തോളെ, സ്പേസ് ഡോക്കിങ്ങിൻ്റെയാണ് ഡി, അപ്പൊ പി എന്തായാലും വരത്തില്ല. ഓക്കെ, അപ്പൊ ഇനി ഒരിക്കലും കൺഫ്യൂഷൻ വരില്ല. സ്പേസ് ഡോക്കിംഗ് SDX02 ഈ രണ്ടെണ്ണമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്, SDX SDX02. ഓക്കെ ആണോ? റെഡി? അപ്പൊ ഇത് കിട്ടിയല്ലോ. അടുത്തൊരെണ്ണം നോക്കിക്കേ. ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് കണ്ടെത്തിയിട്ടുള്ളത്? ഏതാ? സൾഫർ ആണ് അല്ലെ. താഴെ പറയുന്ന 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്ത താരം. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തെറ്റി പറഞ്ഞതാ, നേടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. നേടാത്തത് ഈ കൂട്ടത്തിൽ ഈ പുള്ളി മാത്രമേ ഉള്ളൂ, ബാക്കി 3 പേര് നേടിയിട്ടുള്ളവരാണ്. ഗുകേഷ് ഡി ഉണ്ട്, ഹർമൻപ്രീത് സിംഗ് ഉണ്ട്, മനു ഭാക്കർ ഉണ്ട്. മനു ഭാക്കർ പഠിച്ചു വെച്ചോണം, ഇമ്പോർട്ടന്റ് ആ, കറണ്ട് അഫയേഴ്സ് ആ ക്ലാസ് കൂടെ കണ്ട പെർഫെക്റ്റ് ഓക്കെ ആയി മാറും. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ഈ കൂട്ടത്തിൽ ഒരാളെ ഉള്ളൂ, ബാക്കിയുള്ളവർ ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, മനു ഭാക്കർ. ഇത്രയും ഇമ്പോർട്ടന്റ്. അടുത്തത് മരണാന്തര ബഹുമതിയായിട്ടുള്ള 2025 പത്മവിഭൂഷൺ നേടിയിട്ടുള്ള മലയാളി സാഹിത്യകാരൻ ഈ കൂട്ടത്തിൽ ആരാ? MT വാസുദേവൻ നായർ. ഈ അവാർഡ് കിട്ടിയതും ലാസ്റ്റിൽ ഒന്നുകൂടെ പറയുന്നുണ്ട്, നിങ്ങൾ വായിച്ചു പഠിക്കണം, അത് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, MT വാസുദേവൻ നായരാണ് പത്മവിഭൂഷൺ നേടിയിട്ടുള്ള മലയാളി സാഹിത്യകാരൻ. പത്മവിഭൂഷൺ നേടിയിട്ടുള്ള മരണാന്തര ബഹുമതിയായിട്ടുള്ള 2025 പത്മവിഭൂഷൺ നേടി MT വാസുദേവൻ നായർ. പത്മവിഭൂഷൺ നേടി MT വാസുദേവൻ നായർ. ഓക്കെ ആണോ? അടുത്തത് ലോകത്തിലെ ഏറ്റവും മോശമായ വായു മലിനീകരണം അല്ലെങ്കിൽ വായു നിലവാരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബർണി ഹാട്ട്. അടുത്ത തവണ ഇത് തന്നെ ചോദിക്കും. ബർണി ഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാ? മേഘാലയാണെന്ന് ഓർത്തു വെച്ചോണം. അപ്പൊ ലോകത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണി ഹാട്ട് മേഘാലയ. ബർണി ഹാട്ട് മേഘാലയ. ഓക്കെ, ബർണി ഹാട്ട് മേഘാലയ ഓർത്തു വെക്കോ. അടുത്ത നോക്കിക്കേ, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാ? നിർമ്മല സീതാരാമൻ ആണ്. ഇപ്പോഴത്തെ അപ്പോയിന്റ്മെന്റ്സ് ഒന്നുകൂടെ പറഞ്ഞു തരാം. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചിലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. സുനിത വില്യംസ് 608. സുനിത വില്യംസ് 608. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ചിട്ടുള്ളത് ആരാ? പെഗ്ഗി വിറ്റ്സൺ ആണ്. ഓർത്തോണം. സുനിത വില്യംസ് 608, പെഗ്ഗി വിറ്റ്സൺ 675. സുനിത വില്യംസ് 608, പെഗ്ഗി വിറ്റ്സൺ 675. ഓക്കെ അല്ലേ? എ വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് ട്രംപ് പറഞ്ഞത് ആരെയാ? ഒന്ന് പറയണേ. റെഡിയാണോ? സുനിത വില്യംസിനെയാണ്. അടുത്തത് കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? വി സുനിൽ കുമാർ ആണ് ഇപ്പോഴത്തെ അധ്യക്ഷൻ. ഓർത്തു വെക്കോ, കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വി സുനിൽ കുമാറും ആണ്. ഇത്തരം കാര്യങ്ങൾ കിട്ടിയോ? റെഡി അല്ലേ? ഇത് ചിലപ്പം കണ്ടു ഞെട്ടല്ല, അയ്യോ കാണുന്നില്ല ഒന്നും പറഞ്ഞില്ല. സപ്പോസ് ഇത് കാണുന്നില്ലെങ്കിൽ ഈ PDF ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വായിക്കാൻ പോയത് കേട്ടോണം. ഇമ്പോർട്ടൻ്റ് ആക്സിയമുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം വരും. ഇതേപോലെ ഇനി ഓരോന്നും ഞാൻ അഡീഷണൽ ആയിട്ടുള്ളത് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ട് ഇവിടെ വെച്ച് തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. ബാക്കി ഒന്നുകൂടെ ബാക്ക് അടിച്ച് കണ്ട് ഒന്നുകൂടെ പഠിച്ച് മുന്നോട്ട് പോകണം. ലാസ്റ്റിൽ PDF വായിച്ചെടുക്കണം. ഓക്കെ, ഒന്നാമത് നോക്കാം. ആക്സിയം 4 ഇത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നടക്കുന്ന ക്യൂസിന്റെ ബോട്ടുകളാണ്. ടെലിഗ്രാമിൽ ഡെയിലി 10-30 ക്യൂസ് ഉണ്ട്, ഫ്രീ ആ, ഡെയിലി ചെയ്ത് പഠിച്ച് സൂപ്പറായി മാറാം. ആക്സിയം 4 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഈ കൂട്ടത്തിൽ ഏതെന്നാ ചോദിച്ചിട്ടുള്ളത്? ആക്സിയം 4മായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള ദൗത്യങ്ങൾ ഞാൻ പറയാം. ആക്സിയം 4 ദൗത്യം വിക്ഷേപിച്ചത് 2025 ജൂൺ 25-നാണ്. ശരിയാണോ? ശരിയാ. ആക്സിയം 4 2025 ജൂൺ 25. ആക്സിയം 4 2025 ജൂൺ 25. ആക്സിയം 4 2025 ജൂൺ 25. ഈ സമയം തന്നെ നമ്മൾ ഏതാ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെതും പിന്നെ പാമ്പൻ പാലത്തിൻ്റെതും സിനാ പാലത്തിൻ്റെ ഒക്കെ ഡേറ്റുകൾ അങ്ങോട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് റിവിഷൻ. അപ്പം ആക്സിയം 4 2025 ജൂൺ 25. ഇനി വിക്ഷേപണം അമേരിക്കയിലത്തെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ്. ഓക്കെ, കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ഓർത്തു വെക്കോ. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ആണ്. ഓക്കെ ആണോ? ഡ്രാഗൺ പേടകത്തിലാണ് യാത്ര ഉണ്ടായിരുന്നത്. നാസ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. നാസ, സ്പേസ് എക്സ് അമേരിക്കൻ കമ്പനിയാണ്, PSC ചോദിച്ചാണ്. സ്പേസ് എക്സ്, ആക്സിയം സ്പേസ്, ISRO എന്നിവയുടെ സഹകരണത്തോടു കൂടി നടക്കുന്ന ഒരു അന്താരാഷ്ട്ര ദൗത്യമാണിത്. അപ്പൊ ഇത്രയും അത് കിട്ടുമോ? അതുകൊണ്ട് എല്ലാം ശരിയാണെന്നുള്ളത് കൊടുക്കും. ഓക്കെ, ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്.
വീഡിയോയുടെ താഴെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെലിഗ്രാമിൻ്റെയും ആപ്പിൻ്റെയും എല്ലാ ലിങ്കും ഉണ്ട്. അടുത്തത് ശുഭാൻശു ശുക്ലയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാ ചോദിച്ചിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ ശരിയല്ലാത്ത ബഹിരാകാശത്തേക്ക് എത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാൻശു ശുക്ല. റെഡിയാണോ? ബഹിരാകാശത്ത് എത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാൻശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. അപ്പം ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാൻശു ശുക്ലയാണ്. ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന 634ാമത്തെ വ്യക്തിയാണ്. ഓക്കെ, 634ാമത്തെ വ്യക്തി. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഇത് തെറ്റായി പോയത്. 630ാമത്തേതല്ല, 634ാമത്തെ വ്യക്തിയാണ് ശുഭാൻശു ശുക്ല. ഓർത്തു വെച്ചോണം. 41 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ. എത്ര വർഷമാ? 41 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് എത്തുന്നതെന്ന് ഓർത്തോണം. ഇനി ആക്സിയം മിഷൻ 4ന്റെ മിഷൻ പൈലറ്റ് ആയിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തു. എന്തോ മിഷൻ പൈലറ്റ് ആയിട്ടാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മിഷൻ പൈലറ്റ് ആയിട്ടുള്ളത്. ഇത്രയും കേട്ടല്ലോ, ഇമ്പോർട്ടന്റ്. ഇനി അടുത്ത പ്രധാനപ്പെട്ടത് ക്രോപ്പ് സീഡ്സ് ഇൻ ISS എന്ന പരീക്ഷണത്തിനായി കേരളത്തിൽ നിന്നും ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ വിത്തിനങ്ങളിൽ പെടുന്നവ ഏതൊക്കെ? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കുറച്ച് വിത്തുകൾ കൊണ്ടുപോയി. കേരളത്തിൽ നിന്നുള്ളത് ഏതൊക്കെയെന്ന് ചോദിക്കും. നമുക്ക് നോക്കാം. നെല്ല്, ജ്യോതി, ഉമ. പഠിച്ചു വെക്കണേ. നെല്ല്, ജ്യോതി, ഉമ. കൊണ്ടുപോയോ? കൊണ്ടുപോയി. നെല്ല്, ജ്യോതി, ഉമ. നെല്ല്, ജ്യോതി, ഉമ. റെഡി? അപ്പം നെല്ല്, ജ്യോതി, ഉമ. ഇനി അടുത്തൊന്ന് നോക്കിക്കേ. കുറ്റിപ്പയറാണെന്നുണ്ടെങ്കിലോ കനകമണി ഉണ്ട്. അപ്പൊ കുറ്റിപ്പയറുണ്ട്, കനകമണി. നെല്ല്, ജ്യോതി, ഉമ. അടുത്തത് വേറെണ്ണം എള്ളുണ്ട്. എന്താ? തിലകതാര. ഓക്കെ, തിലകതാരയുണ്ട്. എള്ള്, തിലകതാരയുണ്ട്, എള്ള്. ഇനി വഴുതനയുണ്ട്, സൂര്യ. വഴുതന, സൂര്യ. വഴുതന, സൂര്യ. വഴുതന, സൂര്യ. ഇനി വേറെണ്ണം വെള്ളായനി, പിന്നെ വിജയ, തക്കാളി. ഓർത്തു വെക്കൂ. വെള്ളായനി, തക്കാളി. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്നുകൂടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഇത് കേട്ടേ പിന്നെ വായിച്ചാൽ മതി. ഒന്നുകൂടെ പെട്ടെന്ന് കേട്ടോ, കണ്ണടച്ചത് വായിക്കാൻ പറ്റിയില്ലെങ്കിലും. ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി ശരിയായിട്ടുള്ള പ്രസ്താവന ചോദിച്ചു. ആക്സിയം 4 2025 ജൂൺ 25. 2025 ജൂൺ 25. 2025 ജൂൺ 25. ഓക്കെ ആണല്ലോ. കെനഡി സ്പേസ് സെന്റർ ആണ്. ഫാൽക്കൺ 9 റോക്കറ്റ് ആയിരുന്നു. നാസ, സ്പേസ് എക്സ്, ആക്സിയം സ്പേസ്, ISR ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളത്. അതേപോലെ ബഹിരാകാശത്ത് എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാൻശു ശുക്ല. അതേപോലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാൻശു ശുക്ല. പിന്നെ ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന 634ാമത്തെ ആളാണ്. 634ാമത്തെ ആളുമാണ് ശുഭാൻശു ശുക്ല. 41 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് എത്തുന്നതെന്ന് ഓർത്തു വെച്ചോണം. ആക്സിയം മിഷൻ 4ന്റെ പൈലറ്റ് ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. പൈലറ്റ് ആയിട്ടാണ്. ഓക്കെ, പൈലറ്റായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഇത്ര ഓർത്തു വെക്കുമല്ലോ. അതേപോലെ കൊണ്ടുപോയിട്ടുള്ള നെല്ല്, ജ്യോതി, ഉമ. കനകമണിയുണ്ട്, കുറ്റിപ്പയറാണ്. ഓക്കെ, തിലകത്താരയുണ്ട്, എള്ളുണ്ട്, സൂര്യ, വഴുതന, വെള്ളായനി, തക്കാളി. ഇമ്പോർട്ടന്റ്, ഓർത്തു വെച്ചോണം. ഇത്രയും കിട്ടുമല്ലോ, വായിച്ചെടുക്കണേ. അടുത്ത നോക്കാം. ആക്സിയം 4 ദൗത്യത്തിലത്തെ അംഗങ്ങളും രാജ്യവും തന്നിട്ടുണ്ട്. അതിൽ പെടാത്തത് ഏത്? തെറ്റായിട്ടുള്ളത് കണ്ടെത്തുക. ഓക്കെ, തെറ്റായിട്ടുള്ളത് കണ്ടെത്തുക. അപ്പോൾ ഒന്നുമില്ല, ഇതിൽ തെറ്റായിട്ടുള്ളത് ഒന്നുമില്ല, എല്ലാം ശരിയാണ്. മിഷൻ പൈലറ്റ് ആയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി റിവൈസ് ചെയ്ത് ഒന്നുകൂടെ ആ ക്വിസ് ചെയ്യുമ്പോൾ അപ്പോൾ ഒന്നുകൂടെ തറവായി കിട്ടും. മിഷൻ പൈലറ്റ് ശുഭാൻശു ശുക്ല, ഇന്ത്യ. റെഡി? ഇനി കമാൻഡർ ആണെങ്കിൽ പെഗ്ഗി വിറ്റ്സൺ. പെഗ്ഗി വിറ്റ്സന്റെ നമ്മളിപ്പോൾ എത്ര ദിവസം സ്പേസിൽ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്? 675 ആണെന്ന് തോന്നുന്നു. ആണോ? ഒന്ന് കറക്റ്റ് ചെയ്തിരുന്നേ. അപ്പൊ സുനിത വില്യംസിന്റെയും കൂടെ പറയണം. സുനിത വില്യംസിനെ വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് പറഞ്ഞത് ആരാന്നും പറയണം. റിവിഷൻ ആയിട്ട് പോകണം. അടുത്ത യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സാവോസ് ഉസ്താൻസ്കി, പോളണ്ടുകാരൻ. പിന്നെ ടിബോർ കബു, ഹംഗറിക്കാരൻ. ഇത്ര എണ്ണം ഓർത്തു വെക്കുവോ? ഇതിപ്പോ ഒന്ന് വായിച്ചുവിട്. എക്സാമുകളിൽ പോയി ഓപ്ഷൻ സി കാണുമ്പോൾ ഇത് ശരിയായിട്ട് കിട്ടും. ഓക്കെ, അടുത്തത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2025-26 വേതന വർധനവ്. 2% മുതൽ 7% വരെ വർധനവുണ്ടായി. കേരളത്തിലെ 369 രൂപയാണെന്ന് ഓർത്തു വെച്ചോണം. 23 രൂപയുടെ വർധനവ ഉണ്ടായത്. അതും ചോദിക്കും. 369 രൂപയാണെന്നും 23 രൂപയുടെ വർധനവാണെന്നും ഓർത്തു വെച്ചോണം. 369 രൂപയും 23 രൂപയുടെ വർധനവ ഉണ്ടായെന്ന് ഓർത്തോണം. ഏറ്റവും ഉയർന്ന വേതന നിരക്കുള്ളത് ഹരിയാനയാണ്. 400 രൂപയാണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ, ഇത്രയും. പിന്നെ നാഗാലാൻഡും അരുണാചൽ പ്രദേശും 241 രൂപയും പ്രധാനപ്പെട്ടത്.
ഓക്കെ ആണല്ലോ, ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശും നാഗാലാൻഡും. റെഡി, അടുത്ത നോക്കിക്കേ. ICC ചാമ്പ്യൻസ് ട്രോഫി 2025 9ാം എഡിഷൻ്റെ വേദി എവിടാ? പാകിസ്ഥാനും ദുബായും. എന്താ ദുബായ് ആയത്? ഇന്ത്യക്കാർ പാകിസ്ഥാനിൽ പോയി കളിക്കത്തില്ല. അപ്പം അടുത്തൊരു വേദി കൂടെ ആയിട്ടുണ്ട്, ദുബായ് അല്ലേ. ICC ചാമ്പ്യൻസ് ട്രോഫി 2025 നേടിയ രാജ്യം ഏതാ? ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യ നേടിയെടുത്തു. ഏറ്റവും കൂടുതൽ ICC ചാമ്പ്യൻസ് ട്രോഫി ആരാണ് നേടിയിട്ടുള്ളത്? അതും ഇന്ത്യയാണ്. റെഡിയാണോ? അടുത്തൊരെണ്ണം നോക്കിക്കേ. ഈ 3 ICC ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടുള്ള വർഷങ്ങൾ ഏതൊക്കെയാ? അറിയാലോ, ഇത് അതേപോലെ PSC ചോദിച്ചു, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതേപോലെ ചോദിച്ചു. അത് നമ്മൾ പഠിക്കുക. 2002, 2013, 2025, 2002, 2013, 2025, 2002, 13, 25, 2002, 13, 25, 2002, 13, 25. ഇങ്ങനൊരു 10 തവണ വായിച്ചിട്ട് പോയാൽ അടുത്ത തവണ ഓപ്ഷനിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ എലിമിനേറ്റ് ചെയ്യണോ ഇൻക്ലൂഡ് ചെയ്യണോ നമുക്ക് തീരുമാനിക്കാൻ എളുപ്പമാവും. ഓക്കെ, ഇനി റണ്ണറപ്പ് ന്യൂസിലൻഡുമാണ്. റെഡി അല്ലേ? കിട്ടുമല്ലോ. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ള താരമുണ്ട്, മാറ്റ് ഹെൻറി, ന്യൂസിലൻഡുകാരനാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള താരമുണ്ട്, റെജിൻ രവീന്ദ്ര, ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ള താരം. റെഡി, ഓക്കെ. പിന്നെ അടുത്ത നോക്കാം. ICC ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയിട്ടുള്ളത് ഇബ്രാഹിം സന്ദ്രാനാണ്, അഫ്ഗാൻ താരമാണ്. ഓക്കെ, ഇബ്രാഹിമാണ് ഏറ്റവും ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയിട്ടുള്ള ആള്, ഓർത്തു വെച്ചോണം. ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയിട്ടുള്ളത് ആരാ? ഡേവിഡ് മില്ലർ ആണ്, സൗത്ത് ആഫ്രിക്കക്കാരനാണ്. ഡേവിഡ് മില്ലർ, സൗത്ത് ആഫ്രിക്ക. ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയിട്ടുള്ള ഡേവിഡ് മില്ലർ ആണെന്ന് ഓർത്തോണം. പിന്നെ വേറെ ഏതൊക്കെ പറയാം? ഒന്നിലധികം ICC ട്രോഫികൾ നേടിയിട്ടുള്ള രണ്ടാമത്തെ ഇന്ത്യൻ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. ഇതും ഓർത്തു വെക്കൂ. ഇത്രയും റെഡിയാണോ? ഇത്രയും സെറ്റ് അല്ലേ? ഓക്കെ. പിന്നെ അടുത്തൊരെണ്ണം, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് കേട്ടെ ഉദ്ഘാടനം ചെയ്തത് 2023 ഒക്ടോബർ 15. വിഴിഞ്ഞം ഓർത്ത് വെക്കുവോ? ഇല്ലേ? 2023 ഒക്ടോബർ 15. 2023 ഒക്ടോബർ 15 വിഴിഞ്ഞം. 2023 ഒക്ടോബർ 15. ഇനി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2. ഓക്കെ ആണോ? ഉദ്ഘാടനം. അപ്പം ഉദ്ഘാടനം അല്ലെങ്കിൽ രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട നമ്പർ ഇതാണ്. കണ്ടിട്ടുണ്ടോ ചോദ്യത്തിൽ? നമ്മൾ ഇത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2 ആണെന്ന് ഓർത്തോണം. ഇനി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ആണെങ്കിൽ നെയ്യാറ്റിൻകരയാണ്. ഇതെല്ലാം PSC ഇപ്പൊ ചോദിച്ചു. റെഡിയല്ലേ? പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏഷ്യയിലത്തെ ആദ്യ കേന്ദ്രമാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. ഏറ്റവും വലിയ ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. പുതിയ ലൊക്കേഷൻ കോഡ് എന്ന് പറയാൻ ITRV 01. മാനേജിംഗ് ഡയറക്ടർ ദിവ്യ S നായരുണ്ട്. CEO ആണെന്നുണ്ടെങ്കിൽ ശ്രീകുമാർ K നായരും ഉണ്ട്. ഇത്രയും കിട്ടുമോ? വായിച്ചോ? PDF ഉണ്ട്. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്തിടും. സപ്പോസ് കറണ്ട് അഫയേഴ്സിൽ പറയുന്നതിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിലും കമന്റ് പിൻ ചെയ്ത് വിടും. ബാക്കി മെൻഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ചെയ്യും കേട്ടോ. ഇനി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ നിർമ്മാണ ചുമതല കരാർ കമ്പനി അദാനി ഗ്രൂപ്പാണ്. ഓക്കെ അല്ലേ? അദാനി ഗ്രൂപ്പ്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയ ആദ്യ കപ്പലാണ് ഷെൻഹുവ 15. ഷെൻഹുവ 15 ആദ്യം എത്തി. ഗ്രൂപ്പ് ഏതായിരുന്നു പണിതത്? അദാനി ഗ്രൂപ്പ്. എത്തിച്ചേർന്ന ആദ്യ കപ്പൽ ഷെൻഹുവയാണ്. വിഴിഞ്ഞത്ത് ഷെൻഹുവ 15. വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യത്തെ മദർഷിപ്പ് എന്തോ? മദർഷിപ്പ്. അപ്പൊ 2 ചോദ്യമായില്ലേ? എത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ 15. ഇനി വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ സാൻ ഫെർണാണ്ടോ ആണ്. ഓക്കെ, മദർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ സാൻ ഫെർണാണ്ടോ. ആദ്യ കപ്പൽ ഷാൻഹുവ 15, മദർഷിപ്പ് ആണെങ്കിൽ സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ഫീഡർ കപ്പലാണെന്നുണ്ടെങ്കിൽ മറൈൻ അസൂർ ആണ്. ഓക്കെ, ഫീഡർ കപ്പലാണെന്നുണ്ടെങ്കിൽ മറൈൻ അസൂർ ആണ് നോത്തോണം. ഫീഡർ കപ്പല്. കേരള തുറമുഖ മന്ത്രിയാണെങ്കിൽ ഇപ്പോഴാരാ? VN വാസവനും. കേന്ദ്ര തുറമുഖ മന്ത്രിയും കൂടെ ഓർത്തു വെച്ചോണം. സർബാനന്ദ സോനാവാൾ ആണ് കേട്ടോ. സർബാനന്ദ സോനാവാൾ. ഇത് ജസ്റ്റ് ഒന്ന് വായിക്കാമോ അടുത്തിലോട്ട് പോവാൻ? റെഡി? ക്വിക്ക് റിവിഷൻ കഴിഞ്ഞോ? അടുത്ത പത്മവിഭൂഷൺ 2025 റിപ്പീറ്റഡ് ആയിട്ട് MT വാസുദേവൻ നായർ മരണാന്തര സാഹിത്യ വിദ്യാഭ്യാസം മലയാളി ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഇല്ലേ?
ഇത് ഓർത്ത് വെച്ചോളൂ. ബാക്കിയുള്ളവരെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോണേ. അതിനുവേണ്ടിയുള്ള PDF ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. എനിവേ ഇത് പ്രയോറിറ്റി, ടോപ്പ് പ്രയോറിറ്റി. ഇത് റിപ്പീറ്റ് ചെയ്ത് ഇത് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അടുത്തത് നോക്കാം. പത്മശ്രീ നേടിയ മലയാളികൾ ആരൊക്കെയുണ്ട്? IM വിജയനുണ്ട്, പത്മശ്രീ നേടിയ IM വിജയനുണ്ട്. ഡോക്ടർ K ഓമനക്കുട്ടിയുണ്ട് അല്ലെ, പത്മശ്രീ നേടിയിട്ടുള്ളത് ഡോക്ടർ K ഓമനക്കുട്ടി. അതെ, നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ ഇത് ഒന്നുകൂടെ പറഞ്ഞിട്ടുള്ളതാ, നല്ലപോലെ അതുകൂടെ കണ്ട് തീർത്ത് കഴിഞ്ഞാൽ കറണ്ട് അഫയർ പെർഫെക്റ്റ് ആവും. പത്മഭൂഷൺ നേടിയിട്ടുള്ള മലയാളികളാണെങ്കിൽ PR ശ്രീജേഷ് ഉണ്ട്, ഡോക്ടർ ജോസ് ചാക്കോ ഉണ്ട്. ഇതൊക്കെ എന്തോരം കോഡ് പറഞ്ഞാൽ ഇത് സെറ്റായെന്ന് ഓർമ്മയുണ്ടോ? അതിൻ്റെ അകത്ത് കാണണേ. PR ശ്രീജേഷ് ഉണ്ട്, ഡോക്ടർ ജോസ് ചാക്കോയും ഉണ്ട്. അതേപോലെ പത്മവിഭൂഷൺ നേടിയ മലയാളിയാണെന്നുണ്ടെങ്കിൽ MT വാസുദേവൻ നായർ. പ്രയോറിറ്റി ഇമ്പോർട്ടന്റ്. റെഡി അല്ലേ? അടുത്ത നോക്കിയേ, പദവികൾ. ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള പദവികൾ നിലവിലത്തെ ഇമ്പോർട്ടന്റ് ഞാൻ വായിച്ചു തരാം, നിങ്ങൾ അതൊന്ന് കേട്ടിരിക്കണം. ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും പറയുന്നത്, ബാക്കിയുള്ളത് ഇരുന്ന് വായിച്ചിട്ടേ പോകാവൂ, എക്സാം ഹോളിൽ വെച്ചത് കിട്ടും. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ? രാമ. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞില്ലേ, V രാമസുബ്രഹ്മണ്യം. ആദ്യത്തെ ആളാരായിരുന്നു? രംഗനാഥ മിശ്ര. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഇപ്പോൾ നിലവിലത്തെ ആരാ? വിജയ് കിഷോർ റഹാത്കർ ആണ്. വിജയ് കിഷോർ റഹാത്കർ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഇപ്പോഴത്തെ ആരാ? വിജയ് കിഷോർ റഹാത്കർ. വിജയ് കിഷോർ റഹാത്കർ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണെങ്കിലോ ഹീരാലാൽ സമരിയ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണെങ്കിലോ അത് ആരെ തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതെന്ന് ഗണിക്കാനൊന്നും പറ്റത്തില്ല, ഗണേശ് ആയിരിക്കും എന്ന് ഓർത്താൽ മതി. ജ്ഞാനേഷ് കുമാർ ആണ്. ഇനി അതൊരിക്കലും തെറ്റത്തില്ല, റിപ്പീറ്റഡ് ചോദ്യമാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ? ജ്ഞാനേഷ് കുമാറാണ്. ഇത്രയും റിപ്പീറ്റഡ് ചോദ്യമാണ്. അടുത്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻസ് ഒക്കെ ഉണ്ട്, വായിച്ചിട്ട് പോകാമോ? കിഷോർ മഖാന ഉണ്ട്, പട്ടികജാതി കമ്മീഷൻ. കിഷോർ മഖാന. പട്ടികവർഗ കമ്മീഷൻ ഉണ്ട്, അന്തർ സിംഗ് ആര്യ. പട്ടികവർഗ കമ്മീഷൻ അന്തർ സിംഗ് ആര്യ. പട്ടികജാതി കമ്മീഷൻ കിഷോർ മഖാന. വായിച്ചിട്ട് പോണേ. പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ അൻസ് രാജ് ഗംഗാറാം അഹിർ. ഒന്ന് വായിച്ചോ, നല്ല പേരുകൾ. അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ഓക്കെ, ഇത് ന്യൂനപക്ഷ കമ്മീഷൻ ആണ്. ഇക്ബാൽ സിംഗ് ലാൽപുര. ന്യൂനപക്ഷമാണെങ്കിൽ ഇക്ബാൽ സിംഗ് ലാൽപുര. ന്യൂനപക്ഷം ഇക്ബാൽ സിംഗ് ലാൽപുര. പിന്നോക്ക വിഭാഗമാണ് ആഹിറിനെ അങ്ങ് ഓർത്തോണം. ന്യൂനപക്ഷമാണെന്നുണ്ടെങ്കിൽ ഇക്ബാൽ സിംഗ് ആണെന്ന് ഓർത്തോണം. വായിച്ചു പോ, ഓപ്ഷനിൽ നമുക്ക് കളയാൻ പറ്റും, ഉറപ്പാ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ആണെന്നുണ്ടെങ്കിലോ തൃപ്തി ഗുർഹയാണെന്ന് ഓർത്തോണം. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ഈ ബാലന്മാരുടെ അടുത്തൊക്കെ എന്തോ പറഞ്ഞാലും കാര്യമില്ല, തൃപ്തിപ്പെടുത്തേയില്ല, ഓടിക്കൊണ്ട് അംഗീകരിക്കും. അപ്പോഴേ ബാലാവകാശ കമ്മീഷനാണ് തൃപ്തി ഗുർഹ, ഓർത്തു വെച്ചോണം. അതേപോലെ ISROയുടെ ചെയർമാൻ ഇപ്പൊ അടുത്തിടയ്ക്ക് നടന്ന എക്സാമിന് ചോദിച്ചു, V നാരായണൻ. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ 1964 അല്ലായിരുന്നു? റിപ്പീറ്റഡ് ചോദ്യ. കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ ഇത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ടത് ഏതൊക്കെയുണ്ട്? ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉണ്ട്, ഉത്പൽ കുമാർ സിംഗ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ ഉണ്ട്, PC മോദി ഉണ്ട്. RBI ഗവർണർ ഉണ്ട്, സഞ്ജയ് മൽഹോത്ര. RBI ഗവർണർ. RBI എത്ര രൂപയായി എന്ന് ഓർത്താൽ മതി. സഞ്ജയ് മൽഹോത്ര. SBI CAGയുടെ ആർട്ടിക്കിൾ ഓർമ്മയുണ്ടോ? CAG 148 അല്ലേ? അറ്റോർണി ജനറൽ 76 പിന്നെ അഡ്വക്കേറ്റ് ജനറൽ 165. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, ശരിയാണോ നോക്കണേ. CAG സഞ്ജയ് മൂർത്തി ഉണ്ട്. അറ്റോർണി ജനറൽ ഉണ്ട് R വെങ്കടരമണി. അറ്റോർണി 76 അല്ലേ? പിന്നെ വേറെ ഏതായിരുന്നു? സോളിസിറ്റർ ജനറൽ ഉണ്ട്, തുഷാർ മേത്ത. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. റിപ്പീറ്റഡ് ചോദ്യം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോഴത്തെ ആരായിരുന്നു? BR ഗവായി ആയിരുന്നു അല്ലെ? BR ഗവായി ആയിരുന്നു, ഓർത്തു വെച്ചോണം. റെഡിയാണോ? പിന്നെ 23ാം ലോ കമ്മീഷൻ ചെയർപേഴ്സൺ ആണെങ്കിൽ S ഗോപാലകൃഷ്ണനും ഉണ്ട്. പിന്നെ UN അന്താരാഷ്ട്ര വർഷങ്ങൾ പറഞ്ഞില്ലായിരുന്നു പ്രധാനപ്പെട്ടത്? അതായത് നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്ന ഇങ്ങനെ, ചെറുധാന്യം തിന്നാൻ ഒട്ടകം ഹിമാനിയിൽ പോയി എന്ന് പറയും. എപ്പോഴും നമ്മൾ അങ്ങനെ പറയുന്നത്. 2023, 24, 25 അവിടെ കിട്ടും. അപ്പം ചെറുധാന്യം തിന്നാൻ ഒട്ടകം ഹിമാനിയിൽ പോയി. 2023, 24, 25. ചെറുധാന്യം തിന്നാൻ ഒട്ടകം ഹിമാനിയിൽ പോയി. ചെറുധാന്യം തിന്നാൻ ഒട്ടകം ഹിമാനിയിൽ പോയി. 2023 ചെറുധാന്യ വർഷം, 24 ഒട്ടക വർഷം, 25 ഹിമാനി വർഷം, ഗ്ലേസിയർ വർഷം ആണെങ്കിൽ തന്നെ
ഗ്ലേസിയർ വർഷമാണെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചോണം, ക്വാണ്ടം സയൻസ് ഓർത്തോണം, സഹകരണത്തിന്റെ വർഷവും സമാധാനത്തിന്റെ വിശ്വാസത്തിന്റെയും വർഷവും എന്നുള്ളതും കൂടെ ഉണ്ട്. ഇത്രയും ഓർത്ത് വെച്ചോണം. അപ്പൊ അടുത്ത തവണ ചോദിക്കാമല്ലോ, ഹിമാനി മാത്രമല്ലാതെ പിന്നെ ചോദിച്ചത് ക്വാണ്ടം സയൻസ് കൂടെ ചോദിച്ചിട്ടുണ്ട്. റെഡി? ഇത്രയും കിട്ടിയല്ലോ. അടുത്ത് നോക്കി, കേരളത്തിലെ പദവികളുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ടതും എല്ലാ തവണയും ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് തവണയായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ വായിക്കാൻ വേണ്ടി ഈ PDF ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വായിച്ചിട്ടേ പോകാവൂ കേട്ടോ. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ, അവിടെ കേന്ദ്രത്തിലാണെങ്കിൽ ബാലന്മാരെ തൃപ്തി ഇല്ലെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ സംസ്ഥാനത്ത് ബാലന്മാരെ മാനേജ് ചെയ്യാൻ പാടാണെന്ന് ഓർത്താൽ മതി. അത് മനോജ് കുമാർ ആണെന്ന് ഓർത്തോണം. ഓക്കെ. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P. സതീദേവിയാണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആണെങ്കിൽ മനോജ് കുമാർ ആണ്. ന്യൂനപക്ഷമാണെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷൻ റഷീദാണ്. ന്യൂനപക്ഷ കമ്മീഷൻ റഷീദാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആരാ? MR ബൈജു. പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ MR ബൈജു. ഓക്കെ. ചീഫ് ഇലക്ട്രൽ ഓഫീസറിനെ ഒക്കെ കണ്ടോ? ഖേൽക്കാർ. ഓക്കെ. ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഖേൽക്കാർ ഉണ്ട്. പിന്നെ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്. അഡ്വക്കേറ്റ് ജനറൽ ആർട്ടിക്കിൾ 165. അറ്റോർണി ജനറൽ 76 ആയിരുന്നു. അഡ്വക്കേറ്റ് ജനറൽ ആണെന്നുണ്ടെങ്കിൽ 165 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? വായിച്ചെടുക്കണേ. ഓക്കെ. മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. ഓക്കെ. അത്രയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഉണ്ട് പ്രേംകുമാർ. ചലച്ചിത്രത്തോട് പ്രേമമാണെന്ന് ഓർത്താൽ മതി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഉണ്ട് പ്രേംകുമാർ. അപ്പോ ഇത്രയൊക്കെ സംഭവങ്ങൾ മതി, പ്രധാനപ്പെട്ടതാണ്. ഇത് വായിച്ചെടുക്കണം. PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതേപോലെ ഇനി ഫേസ് അതെല്ലാം ASMന്റെ എക്സാം 2-ാം തീയതി അല്ലാതെ അടുത്തതിൽ 8-ാം തീയതി എഴുതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കോഴ്സ് ബ്രഹ്മാസ്ത്ര നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആ. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെയുണ്ട്. അവിടെ ആപ്ലിക്കേഷന്റെ ലിങ്കും ഉണ്ട്, ടെലിഗ്രാമിന്റെ ലിങ്കും ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ആപ്ലിക്കേഷനിൽ പോകുന്നു. അതിൽ ഫ്രീ കോഴ്സസ് ക്ലിക്ക് ചെയ്യുന്നു. ഫ്രീ കോഴ്സസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ പേജ് വരും. ഇന്നത്തെ ഉൾപ്പെടെയുള്ള എല്ലാ ക്ലാസ്സുകളും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും, യൂട്യൂബിലത്തെ. അതിൽ ക്ലിക്ക് ചെയ്യുന്ന ഏത് വീഡിയോ ക്ലിക്ക് ചെയ്യുന്നു അതിൽ കയറി കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു പേജ് വരും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF കാണാൻ പറ്റും. ഓക്കെ ആണോ? ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ PDF വായിച്ചെടുക്കണം. കാരണം ഇതിൻ്റെ അകത്ത് എല്ലാ പദവികളും നമ്മൾ വായിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ടത് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ളത് ഒരു തവണ കൂടെ നിങ്ങൾ ഇരുത്തിയൊന്ന് വായിക്കാൻ ഈ PDF മസ്റ്റാണ്. അപ്പം അത് നമുക്ക് അവൈലബിൾ ആക്കി തരാം. അതേപോലെ നമ്മുടെ ടെലിഗ്രാമിൽ 10:30 ഡെയിലി ലൈവ് ക്യൂസ് നടക്കും. ഇന്നലെ നടന്നിട്ടുള്ള വീഡിയോ, ഇന്നലെ നമ്മൾ കണ്ടക്ട് ചെയ്ത വീഡിയോയുടെ ഇല്ലേ ഇന്ന് 10:30 നടക്കും. ഇങ്ങനെ ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ട് 10:30 ലൈവ് ക്യൂസ് ഉണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് വേണ്ടിയും തന്നെയും ഉണ്ട്. അതേപോലെ വീഡിയോസ് ഫൈനൽ റിവിഷൻ 1-2 നമ്മുടെ ASMന് വേണ്ടി നടന്നിട്ടുള്ള വീഡിയോ, അതിന്റെ ലീഡർ ബോർഡാണിത്. ഇങ്ങനെ 10:30 ആകുമ്പോഴത്തേക്കും എക്സാം നടക്കുന്നുണ്ട്. ഫ്രീ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊണ്ട് ജോയിൻ ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും അവിടെ ആരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇല്ല നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ ആണോ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സംഭവങ്ങൾ. റെഡി അല്ലേ? ഇനി എന്തെങ്കിലും കാര്യങ്ങളോ ഡൗട്ടോ കറക്ഷൻസോ ഉണ്ടെങ്കിൽ നമ്മൾ ആ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ എക്സാം പോയി സൂപ്പർ ആയിട്ട് എഴുതി കപ്പടിച്ചിങ്ങ് കൊണ്ടുതരണം കേട്ടോ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കും വരാൻ ചാൻസ് ഉള്ളതാന്ന് പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തന്നെയാണ് നേട്ടം. കൺഫ്യൂസ്ഡ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട, നിങ്ങൾ നേടിയെടുക്കും. ഓക്കെ. അപ്പൊ പോട്ടെ. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ച് ലൈക്ക് ഒക്കെ ചെയ്ത് ജോയിൻ ചെയ്തേക്കണം. ഓക്കെ. ബൈ ബൈ. താങ്ക് യു സോ മച്ച്.